ഇന്നത്തെ വചനചിന്ത, ദൈവം നൽകിയ ബാലശിക്ഷ നാം സ്വീകരിക്കണം. ആഫ്രിക്കയിലെ ഒരു ഖനിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും വില കൂടിയ രത്നം കണ്ടെത്തി. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കിരീടത്തിന് ശോഭ കൂട്ടുവാൻ ആ രത്നത്തെ സമ്മാനിച്ചു. ആ രത്നം കണ്ടെടുത്തപ്പോൾ രത്നത്തിന് രൂപമില്ലായിരുന്നു. ഒരു രത്നത്തെ രൂപകൽപ്പന ചെയ്യുവാൻ ഒരു പണിക്കാരന് കൊണ്ടുവന്നു. ഈ രത്നത്തിന് രൂപം വരുത്തുവാൻ രാജസന്നിധിയിൽ പണിക്കാരനെ കൊണ്ടു നിർത്തി. അദ്ദേഹം തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു ചുറ്റിക എടുത്തു. ആ ചുറ്റിക വെച്ച് അധികം ഒട്ടും തന്നെ സമയം കളയാതെ ആ രത്നത്തിന് ആഞ്ഞൊരടി നൽകി. അവിടെ നിന്ന് എല്ലാവരും തന്നെ ആ അടിയിൽ അത്ഭുതപ്പെട്ടു പോയി, അതൃപ്തരായി. ഇത്രയും വില പിടിച്ച രത്നത്തെ വളരെ നിസ്സാരമായി, അധികമൊന്നും ചിന്തിക്കാതെ വെറും ഒരു ചുറ്റിക കൊണ്ട് അടിക്കുകയോ. വീണ്ടും വിചാരമില്ലാത്ത അടിയിൽ ക്ഷുഭിതനായ രാജാവിനോട് രത്നപ്പണിക്കാരൻ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ കയ്യിൽ ചുറ്റിക വച്ചുള്ള ഈ പ്രഹരം ഈ രത്നത്തിനെ നശിപ്പിക്കുവാനല്ല. ഞാൻ വളരെ നാളുകളായി എൻ്റെ ചുറ്റിക പണിയും അതിൽ നിന്ന് വരുന്ന അടിയും ആഹാത്തെ പറ്റിയും കൃത്യമായ അറിവുള്ള ആളാണ്. വർഷങ്ങളായി ഞാൻ കൊണ്ടു നടക്കുന്ന ചുറ്റികയാണത്. ഒന്നും അറിയാൻ വയ്യാത്ത ഒരാളുടെ അലസമായ അടിയല്ല ഇത്. രത്നങ്ങളെപ്പറ്റി കൃത്യമായി അറിയാവുന്ന എൻ്റെ കയ്യിൽ നാളുകളായി വഴങ്ങിയിരിക്കുന്ന ചുറ്റിക. അതുകൊണ്ട് കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടിയാണ് ഞാൻ ഈ രത്നത്തെ അടിച്ചത്. അത് രത്നത്തെ ഒരിക്കലും തകർത്ത് കളയുകയില്ല. രത്നം പൊടിഞ്ഞു പോവുകയില്ല. അതിൻ്റെ രൂപം നഷ്ടപ്പെടുകയില്ല. ആ ഒറ്റ അടിയിൽ തന്നെ രത്നം പരിപൂർണമായും അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ എത്തിച്ചേർന്നു. അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി രൂപപ്പെട്ടു. അതിൻ്റെ ശോഭ വളരെ വർദ്ധിച്ചു. രാജാവിൻ്റെ കിരീടത്തിൽ അലങ്കരിക്കത്തക്ക രീതിയിൽ സൗന്ദര്യമേറിയ വിലയേറിയ രത്നമായി അത് തീർന്നു. ദൈവം നമ്മെ ഇങ്ങനെയുള്ള ഒരു പ്രക്രിയയിലൂടെയാണ് കടത്തിവിടുന്നത്. ദൈവം നമ്മെ അടിക്കുന്നത് വിവിധങ്ങളായ പരീക്ഷകളിലൂടെയാണ്. ഏറ്റവും നല്ല സൗന്ദര്യം നമുക്കുണ്ടാകുവാൻ നമ്മുടെ ദൈവം നൽകുന്ന ബാലശിക്ഷ നാം സ്വീകരിക്കണം. നമ്മുടെ മേലുള്ള ദൈവിക പ്രഹരങ്ങളിലേക്ക് ആഴമായ അർത്ഥമുണ്ട്. പക്ഷേ വേദനപ്പെടുവാൻ നമുക്കിഷ്ടമില്ല. എന്നാൽ വേദനയില്ലാതെ നമ്മുടെ ദൈവിക സൗന്ദര്യം, ദൈവം ആഗ്രഹിക്കുന്ന രൂപം പുറത്തു വരികയില്ല. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മുന്നേറുവാൻ ദൈവം അനുവദിക്കുന്ന ദുഃഖങ്ങൾ, നഷ്ടങ്ങൾ, കഷ്ടതകൾ, തീച്ചുരുളുടെ അനുഭവങ്ങൾ, അതിലൂടെയൊക്കെ നമ്മെ കടത്തിവിടുമ്പോൾ നമ്മെ തകർക്കുവാനല്ല, നമ്മെ ഒരുക്കുവാനാണ്, പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനാണ്. ആർക്കുമില്ലാത്ത വേദനകൾ താങ്കൾ അനുഭവിക്കുന്നുണ്ടോ? വളരെ ചോദ്യങ്ങൾക്ക് നടുവിൽ നിന്ദകളെല്ലാം കേട്ട് നിസ്സഹായമായ അവസ്ഥയിലൂടെ താങ്കളായിരിക്കുന്നു. എന്നാൽ തിരിച്ചറിയുക, ദൈവത്തിന് താങ്കളുടെ മേൽ പദ്ധതിയുണ്ട്. സർവജ്ഞാനത്തിനും പരിധിയിലാണ് താങ്കൾ ദൈവമറിയാതെ ഒരടി താങ്കൾക്ക് ലഭ്യമാകുന്നത്. ദൈവകരങ്ങളിൽ തന്നെയാണ് താങ്കൾ സുരക്ഷിതനായിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. ദൈവകരങ്ങളിൽ ഇരിക്കുന്ന താങ്കളെ ഉടയുവാൻ ദൈവം അനുവദിക്കത്തില്ല. ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ലോകം പരിഹസിച്ചാൽ പിന്മാറരുത്. ലോകത്തിലെല്ലാം പ്രതികൂലമായാൽ പതറരുത്. സകലതും പ്രതികൂലമായാൽ അധികം സന്തോഷിക്കണം. കാരണം അപ്പോഴാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കുന്നത്. ദൈവിക പദ്ധതി ശോഭയോടെ പുറത്തു വരുവാൻ ദൈവിക പരുവപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ദൈവം തൻ്റെ രത്നത്തെ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുമ്പോൾ ആ നാളിൽ നാം തിളക്കമേറിയവരായി മാറും. ആ ദിവസം നമുക്ക് ശോഭ വരുത്തുവാൻ അതുവരെയും വിവിധ പരീക്ഷകളിലൂടെ കടന്നു ചെല്ലേണ്ടി വരും. ജയിച്ചു പുറത്തു വരേണ്ട സമയമാണ്. ദൈവത്തിന് താങ്കളെ വ്യക്തിപരമായി അറിയാം. ദൈവത്തിന് താങ്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി അറിയാം. താങ്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും താങ്കൾ അനുഭവിക്കുന്ന കഷ്ടതയും താങ്കളുടെ ഹൃദയവേദനയുടെ ആഴവും സകല ദൈവത്തിനറിയാം. താങ്കൾ എത്ര കഷ്ടതയായിരുന്നാലും താങ്കൾ മനസ്സിലാക്കുക, താങ്കളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇത് കൃത്യമായി ദൈവം അറിയുന്നു. അതിനാലാണ് യാക്കോബ് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ 2-ാം വചനത്തിൽ പ്രകാരം വിളിച്ചു പറഞ്ഞത്: എൻ്റെ സഹോദരന്മാരെ,
നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നുകൊണ്ട് വരും. താങ്കൾ അനുഭവിക്കുന്ന പരീക്ഷ അത് നിന്ദയല്ല, കഷ്ടതയല്ല, സന്തോഷമെന്നെണ്ണുവാൻ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ, ഒരു പൊന്നുപോലെ പുറത്തു വരുവാൻ, ഒരു വജ്രത്തെ പോലെ തിളങ്ങുവാൻ, ദൈവകരങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച് സകല പ്രതികൂലങ്ങളെ അതിജീവിച്ച് ശ്രേഷ്ഠമായി ജീവനുള്ള സാക്ഷിയാക്കി ദൈവത്തിന് നിർത്തുവാൻ പദ്ധതിയുണ്ട്. ആകയാൽ ദൈവിക പദ്ധതിക്കനുസരിച്ച് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.